ഹലോ ഹലോ കാ മോളുസേ, എന്തോയി പിന്നുണ്ടല്ലോ. പിന്നുണ്ടല്ലോ. അതല്ല ഞാൻ പറയണ കേൾക്ക്. പറയ്. നിനക്ക് ഞാനേ ഒരു കാര്യം വാങ്ങിയിട്ടുണ്ട്. എന്താ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. പറ്റൂല മോനെ, ഇപ്പൊ പറയ്. ഞാനൊരു കാര്യം ചോദിക്കാനായിട്ടാ ഇപ്പൊ വിളിച്ചത്. എന്ത്? മുന്നേ എന്തായിരുന്നു അവിടെ ഒരു തല്ലും പിടിയൊക്കെ കേട്ടത്? അതൊന്നുമില്ല. എൻ്റെ കാക്ക വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയണ കേൾക്കുന്നല്ലോ. എന്താ സംഭവം? നിങ്ങളൊക്കെ എങ്ങനെ ഇട്ട് തരണ്ടാ? അതിനെന്തിനാ എന്നെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളും ഞാനൊന്നും മിണ്ടാ പാടില്ലാന്ന്. അതിന് അപ്പൊ ഇങ്ങ് വരട്ടെന്ന് പറഞ്ഞു. അതുവരെ നീ തല്ലുകൂടിയില്ലേ അതും പറഞ്ഞിട്ട്? വേറെന്താ? എൻ്റെ പിന്നാര മോളെ, ചിരി മാത്രമേ ഉള്ളൂ അപ്പയും? എന്തേ ചിരിക്കാൻ പാടില്ലേ? ഇങ്ങോട്ട് ഞാൻ കരയാം. അങ്ങനെയല്ലാടോ പറഞ്ഞത്. പിന്നെ ചിരി മാത്രമേ ഉള്ളൂ എന്നാ ചോദിച്ചേ. പിന്നെന്താ വേണ്ടേ? വേറെ എന്തെങ്കിലുമൊക്കെ തന്നൂടെ, ഒരു സർപ്രൈസ് ആയിട്ട്? തരാട്ടാ, കാത്തിരുന്നു. കൊറേ കാലമായില്ലേ, ഒരു കൊല്ലമായില്ലേടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇങ്ങോട്ട് വായോ. എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങോട്ട് വായോന്നല്ലേ പറയൂ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരാന്ന് പറയില്ലല്ലോടി. അവിടെ വന്നാ ശരിയാവൂല. അതെന്താടോ? നിങ്ങളെ പെങ്ങളും ഇവിടെ അല്ലേ. അതിനിപ്പോ എന്താ നീ വരുന്നതിന്? അപ്പൊ എനിക്ക് അവരുടെ തല്ലൂടാൻ പറ്റൂലല്ലോ അവിടെ വന്നാല്. ഞാൻ വിചാരിച്ചേ അവിടുത്തെ ജോലിയൊക്കെ ഞാനല്ലേ ചെയ്യണ്ടേ, അതുകൊണ്ട് അവിടെ നിന്ന് പോയാൽ അവരൊക്കെ പട്ടിണി ആവൂലേന്ന് പറയാൻ പോയായിരിക്കുന്നു നീ. അയ്യോ, എനിക്കറിയാടി, നീ ലോക ഉടായിപ്പാന്ന്, ഒരു പണി എടുക്കൂല, എപ്പോഴും ഉറക്കം. നിങ്ങളതല്ലേ കിട്ടിയോളൂ. എൻ്റെ കെട്ടികളാണ്, അതിനിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഉടായിപ്പ് മൊത്തം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ പഴയതുപോലെ ആയില്ലേ? അല്ല, നീ ഇങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ എന്തായിടോ? വരണമെന്നുണ്ട് കോയി. പിന്നെ അവിടുത്തെ പണിയൊക്കെ തീർന്നിട്ട് വന്നാ മതി. പണിയൊന്നും കഴിക്കൂല. നല്ലതാ, എങ്കിൽ പിന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങിയാ മതി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ? പറയ്. ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടണ്ടേ? ചെറു ദേഷ്യപ്പെടും. കുറച്ചും കൂടി. എന്ത്? ഞാൻ പറയട്ടെ? പറയ്. അതേ എന്താടി ഇങ്ങനെ? പറയ്. നിനക്കേ ഞാനിവിടെ ഒരു സാധനം കരുതി വെച്ചിട്ടുണ്ട്. അതെന്താണാവോ പുതിയതായിട്ട്? നിന്റെ ഒരു ചെറിയൊരാഗ്രഹം തോന്നുന്നുണ്ട്. എനിക്കത്ര ഉറപ്പില്ല നിനക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന്. നീ എപ്പോഴും പറയാറില്ലേ, എന്ത്? നമുക്ക് മഹറായിട്ട് തന്ന മാല മാത്രം പോരാ, അതിനുള്ളിൽ പേരൊക്കെ വേണമെന്ന്. പറഞ്ഞല്ലോ. ആ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും? സത്യം. വേണോ? വേണം. എന്താടി ഒരു സന്തോഷമില്ലാത്ത ഇത്രയും പറഞ്ഞിട്ടും? അതിപ്പോ എങ്ങനെ കാണിക്ക സന്തോഷം? എനിക്ക് അങ്ങനൊന്നും കാണിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ എന്താ അറിയാവുന്ന? തല്ലിടാൻ അറിയോ? അത് നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്ക് തല്ലുപിടിയാലോ? പിന്നെന്താ, തുടങ്ങി വെച്ച. എൻ്റെ പൊന്നാര മോളെ, എനിക്ക് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങണം. അതിന് നീ തല്ലുവിടാൻ തുടങ്ങിയാലേ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പോയി കിട്ടുവൻ്റെ. അപ്പൊ നന്നായിട്ട് അറിയാം സാറിന്. പിന്നെ നിന്റെ ബഹളം തുടങ്ങിയാൽ എവിടെങ്കിലും ഒരു നിക്കപ്പുറത്തി ഉണ്ടാവും എനിക്ക്. അയ്യോ. എന്താടി ഒരു വിഷമം പോലെയൊക്കെ ഇപ്പോ? എന്ത് വിഷമം?
എൻ്റെ പെണ്ണിന് എന്നോട് പഴയ ഇഷ്ടമൊന്നും ഇല്ലാന്ന് ഇപ്പോൾ വീണ്ടും തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. നിങ്ങക്ക് പ്രാന്ത. പഠിച്ചവനെ, എനിക്ക് പ്രാന്ത്. അപ്പം നിനക്ക് അതിലും വലുതുമല്ല ആയിരിക്കില്ലേ? എന്തിനാടോ ഇങ്ങനെ കിടന്ന് നീ ചിരിക്കണ അവിടെ? കരയാ. കരയല്ലേ, നീ കരഞ്ഞ എൻ്റെ ഫീലിംഗ് മൊത്തം പോവും. അയ്യടാ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? നമുക്ക് മൂന്നാമതൊരാള് വേണമെന്ന് പറഞ്ഞ നമുക്കിടയിൽ. അങ്ങനെ അതാലോചിച്ചാ? അത് എന്താ പറയ്. പറയപ്പോ, പറയടോ. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടന്നാലോ നമുക്ക്? പഠിച്ചവനെ, ഇപ്പൊ എത്ര കാലായി ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ അവിടെ അല്ല മനുഷ്യ. അതിന് അതിനല്ലോ ഇനി. എന്താടി ഇങ്ങനെയൊക്കെ പറയണേ? എന്തായാലും ഒന്ന് ആലോചിക്കണേ കേട്ടോ. ആലോചിക്കാട്ട, തീർച്ചയായിട്ടും. ഞാൻ അടുത്ത ലീവിന് വരുമ്പോ ഉണ്ടാവില്ലേ മറുപടി?